വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈസി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ അടിപൊളി സ്നാക്ക് ഉണ്ടാക്കാൻ. പുഴുങ്ങിയ പൊട്ടറ്റോയും അതുപോലെ ഒരു 1/4 കപ്പ് അവലും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ 2 പൊട്ടറ്റോ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. എന്നിട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതി കേട്ടോ. നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പം ഞാനിപ്പോൾ എന്താണെങ്കിലും ഗ്രേറ്ററിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പം നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഒരു 1/4 കപ്പ് അവലിട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇനിയിപ്പോൾ ബ്രൗൺ കളർ അവിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. കളറിൽ ചെറിയ ചേഞ്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അവല് പൊടിച്ചെടുത്തത് ഒരു വലിയ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ പുഴുങ്ങിയ പൊട്ടറ്റോ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയാണ്. അപ്പോൾ പൊടിയായി അരിഞ്ഞൊരു 2 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് ഇതുപോലെ പൊടിയായി അരിഞ്ഞത് ഒരു ചെറിയ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ അത്ര കൂടുതലായിട്ടൊന്നും കുഴച്ചെടുക്കണ്ട. ജസ്റ്റ് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പ് കയ്യിൽ കുറച്ച് ഓയിലൊക്കെ തടവി കൊടുക്കുക, കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആദ്യം തന്നെ കുറച്ചെടുത്തിട്ട് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കിട്ടുക. അപ്പോൾ ഇതൊന്നും കൂടി നല്ല ഷേപ്പ് ചെയ്തെടുക്കാനും കുറച്ചും കൂടി നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു സ്റ്റിക്കി പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു 1-2 ടേബിൾ സ്പൂൺ. അപ്പോൾ ഇതുപോലെയാണ് ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ സ്നാക്കും ഞാനിപ്പോൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ചൂടായ എണ്ണയിലോട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്യാൻ. അതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യണം. നമ്മളെല്ലാ സ്നാക്കും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊക്കെയാണല്ലോ ഫ്രൈ ചെയ്യാറ്. പക്ഷേ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. കാരണം പൊട്ടറ്റോ ആദ്യം തന്നെ കുക്കായതാണ്. പിന്നെ അവന് കുക്കാവാൻ അധികം ടൈമൊന്നും വേണ്ട. പിന്നെ ഇത് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല കളറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കാണാൻ നല്ല ഭംഗിയില്ല, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രഞ്ചി ആയിട്ടുള്ള സ്നാക്കാണ്. ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല ക്രഞ്ചിയാണ്. അകത്ത് കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അത് ചൂടോട് കൂടി കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് സോഫ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ടൊമാറ്റോ സോസിലൊന്ന് മുക്കിയിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്